ഹായ് ഓൾ, വെൽക്കം ടു ഫുട്ബോൾ അരീന. ഈ മാസത്തെ സൗഹൃദ മത്സരങ്ങൾക്കുള്ള ബ്രസീലിൻ്റെ സ്ക്വാഡിനെ പരിശീലകനായ കാർലോ ആഞ്ചലോട്ടി പ്രഖ്യാപിച്ചിരുന്നു. നെയ്മർ ജൂനിയർക്ക് ഇടം നേടാൻ കഴിഞ്ഞിട്ടില്ല. ഫിലിപ്പെ കൂട്ടിഞ്ഞോ തിരിച്ചെത്തിയേക്കും എന്ന റൂമറുകൾ ഉണ്ടായിരുന്നു. പക്ഷേ കാർലോ ആഞ്ചലോട്ടി അദ്ദേഹത്തെ ഉൾപ്പെടുത്തിയിട്ടില്ല. അതുപോലെ തന്നെ റാഫീഞ്ഞയ്ക്ക് ഇടമില്ല, അദ്ദേഹത്തിന് പരിക്കിൻ്റെ പ്രശ്നങ്ങളുണ്ട്. ആൻ്റണി ഉണ്ടാകുമെന്ന് പലരും പ്രതീക്ഷിച്ചിരുന്നു. കാരണം റയൽ ബെറ്റിസിന് വേണ്ടി മികച്ച പ്രകടനമാണ് ആൻ്റണി നടത്തുന്നത്. എന്നാൽ കാർലോ ആഞ്ചലോട്ടി ആൻ്റണിയെ ഉൾപ്പെടുത്തിയിട്ടില്ല. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വ്യത്യസ്തങ്ങളായ അഭിപ്രായങ്ങൾ ഉയരുന്നുണ്ട്. കാർലോ ആഞ്ചലോട്ടി എന്ന പരിശീലകനോടുള്ള ബ്രസീലിയൻ ആരാധകരുടെ ഒരു പ്രധാനപ്പെട്ട വിയോജിപ്പ് അത് ഫേവറേറ്റിസത്തിൻ്റെ പേരിലാണ്. അതായത് ആഞ്ചലോട്ടിക്ക് വളരെയധികം ഇഷ്ടമുള്ള ഒരു താരമാണ് റിച്ചാർലിസൺ. എന്തൊക്കെ സംഭവിച്ചാലും അദ്ദേഹത്തെ കൈവിടാൻ ആഞ്ചലോട്ടി ഇപ്പോൾ ഒരുക്കമല്ല. ഇത്തവണത്തെ സ്ക്വാഡിലും റിച്ചാർലിസണെ കാർലോ ആഞ്ചലോട്ടി ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട്. റിച്ചാർലിസണ് പകരം ആൻ്റണിയെ മുന്നേറ്റ നിരയിലേക്ക് കൊണ്ടുവരാമായിരുന്നു എന്നാണ് പലരും ഇപ്പോൾ അഭിപ്രായപ്പെടുന്നത്. മികവ് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. റയൽ ബെറ്റിസിന് വേണ്ടി 5 ഗോളുകളും 2 അസിസ്റ്റുകളും അദ്ദേഹം ഇതിനോടകം സ്വന്തമാക്കി കഴിഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ മത്സരത്തിൽ മയോർക്കെതിരെ ആദ്യ പകുതിയിൽ തന്നെ 2 കിടിലൻ ഗോളുകളും 1 അസിസ്റ്റും സ്വന്തമാക്കാൻ ആൻ്റണിക്ക് കഴിഞ്ഞിരുന്നു. അങ്ങനെ നല്ല രൂപത്തിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന ഈ സമയത്ത് ആൻ്റണിയെ തിരികെ കൊണ്ടുവരാമായിരുന്നു എന്നാണ് അഭിപ്രായം. മറുഭാഗത്ത് റിച്ചാർലിസണെ നോക്കൂ. ബ്രസീലിന് വേണ്ടി അവസാനമായി കളിച്ച 13 മത്സരങ്ങളിൽ നിന്ന് ഒരൊറ്റ ഗോൾ പോലും നേടാൻ റിച്ചാർലിസന് കഴിഞ്ഞിട്ടില്ല. പക്ഷേ റിച്ചാർലിസനോടുള്ള ആഞ്ചലോട്ടിയുടെ പ്രേമം അവസാനിക്കുന്നില്ല. അദ്ദേഹത്തെ വീണ്ടും ടീമിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. ഏതായാലും കാർലോ ആഞ്ചലോട്ടിക്ക് ഫേവറേറ്റിസത്തിന്റെ പേരിലാണ് ഇപ്പോൾ വലിയ രൂപത്തിലുള്ള വിമർശനങ്ങൾ ലഭിക്കുന്നത്. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീണ്ടും കാണാം.